ഇന്നത്തെ വീഡിയോ നമ്മുടെ നന്ദുവിൻ്റെ അച്ഛൻ്റെ 60ാം പിറന്നാളാണ്. അയ്യോ ഞാൻ പറഞ്ഞില്ലേ. സോറി ഇത്തിരി ലേറ്റായി. ഹാപ്പി ബർത്ത്ഡേ. ഇത് ഞാൻ നിന്നപ്പോൾ എനിക്ക് കഴിക്കുക നമ്മളൊക്കെ എനിക്ക് ഒന്നും കൂടെ കൊടുക്കാം. അത്രയും വേണ്ട. അത് പുളിയല്ലേ? കേക്ക് കുടിക്കുന്നില്ല. അത് വിനെഗർ അല്ലേ? അത് എനിക്ക് അബദ്ധം പറ്റിയതാ. ഞാൻ ഈ പച്ച കണ്ടിട്ട് നാട്ടിൽ എനിക്ക് തോന്നുന്നു ഭയങ്കര ഒഫീഷ്യൽ ആവേണ്ട ആവശ്യമൊന്നുമില്ല എന്ന് തോന്നുന്നു അല്ലല്ലേ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മളെല്ലാവരും മലയാളികളാണ് എന്നുള്ളത് തന്നെയാണ് ഇതിന്റെ ഒരു അൺഒഫീഷ്യൽ ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്. അപ്പോ ഇപ്പോ നമുക്കറിയാം, നമ്മൾ ഓരോരുത്തരും ഇവിടെ വന്നത് നമ്മുടെ എല്ലാവരുടെയും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു സുഹൃത്ത് അല്ലെ, അല്ലെങ്കിൽ ഒരു കമ്പാനിയൻ ആയിട്ടുള്ള അനന്തു എന്ന് പറഞ്ഞിട്ടുള്ള അനന്തു, അഞ്ജു, ഇവർ രണ്ടാൾക്കാരുടെയും അവരുടെ ലൈഫിൽ വളരെ പ്രധാനപ്പെട്ട രണ്ടാൾക്കാരായിട്ടുള്ള ആളാണ് അനന്തു. ഐ മീൻ ബാബുരാജ് ആൻഡ് മായ എന്ന് പറഞ്ഞിട്ടുള്ള അനന്തുവിന്റെ പാരന്റ്സ്. അപ്പൊ എന്തായാലും ഞാന് അധികം നീട്ടി വിളിച്ചൊന്നും പറയുന്നില്ല. പക്ഷെ എന്റെ ഒരു പോയിന്റ് ഓഫ് വ്യൂലുള്ള ഒരു കാര്യം പറയാം. ഞാനും അനന്തും ഒരുമിച്ച് 8 മുതൽ 10 വരെ അല്ലെ, ഒരുമിച്ച് 9 മുതൽ 10 വരെ ഒരു സ്കൂളിൽ പഠിച്ച ആൾക്കാരാണ്. അപ്പൊ അങ്ങനെ ഒരുമിച്ച് ഒരു സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് അല്ല നമ്മളെ കഥല്ല കണക്ട് ചെയ്യുമ്പോൾ എനിക്ക് മനസ്സിലാവും എന്താണ് ഞാൻ പറയുന്നത്. ഞാൻ ഒന്ന് ഇരിക്കുന്നുണ്ട്, സോറി. അപ്പൊ നമ്മൾ ഒരുമിച്ച് പഠിക്കുന്ന സമയത്ത് നമ്മളെല്ലാവരും ഈ PTA മീറ്റിങ്ങിന്റെ സമയത്ത് വെയിറ്റ് ചെയ്തിരിക്കുന്ന ഒരാളുണ്ട്. നമ്മള് ശരിക്കും PTA മീറ്റിംഗ് ആവുന്ന സമയത്ത് കുറച്ച് ലേറ്റ് ആയിട്ട് വരുന്ന ഒരാളാണ് അനന്തുവിന്റെ അച്ഛൻ എന്ന് പറയുന്നത്. നല്ല കട്ടി മീശൊക്കെ ആയിട്ട് ഒരു കാറില് ആളിങ്ങനെ വന്നിറങ്ങും. അപ്പോ ഞങ്ങളെല്ലാവരും ഇങ്ങനെ ഭയങ്കരമായിട്ട് ഇങ്ങനെ നോക്കി നിൽക്കും. അനന്തുവിന്റെ അച്ഛൻ എന്ന് പറയുമ്പോൾ തന്നെ ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് അനന്തുവിന്റെ അച്ഛനായിക്കോട്ടെ അമ്മയായിക്കോട്ടെ, കാരണം ഇവര് തമ്മിലുള്ള ഒരു കോമ്പിനേഷൻ ഭയങ്കര രസമാണ്. കാരണം ഇവര് തമ്മില് ഇപ്പൊ PTA മീറ്റിങ്ങിന് വരുന്ന സമയത്ത്, ഞങ്ങളുടെ പാരന്റ്സ് ഒക്കെ വരുന്ന സമയത്ത് ഞങ്ങളോട് PTA മീറ്റിങ്ങിന് വന്നു കഴിഞ്ഞ് PTA മീറ്റിങ്ങിന് നമ്മളെ പാരന്റ്സിനോട് നമ്മളെ ടീച്ചേഴ്സ് ഒക്കെ സംസാരിച്ച് കഴിയുമ്പോൾ നമ്മളെ പാരന്റ്സിന് ഒരു എക്സ്പ്രഷൻ ഉണ്ട്, വീട്ടിൽ കാണിച്ചു കേട്ടോ എന്നിട്ടുള്ള സാധനം ഉണ്ടല്ലോ. ആ സാധനം ഇല്ലാത്ത 2 ആൾക്കാരായിട്ട് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് ഈ 2 ആൾക്കാര്, അനന്തുവിന്റെ പാരന്റ്സ്. അപ്പൊ നമ്മൾ എപ്പോഴും വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളാണ്, ഒരു കാറിൽ കട്ടി മീശയായിട്ട് ഇറങ്ങി വരുന്ന കുറച്ച് ഹൈറ്റ് ഒക്കെ ഉള്ള ഒരാള്, ബാബുരാജ് പറഞ്ഞിട്ടുള്ള ആള്. അപ്പൊ തന്നെ സത്യം പറഞ്ഞാൽ എനിക്ക് ഭയങ്കര പേഴ്സണലി ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ് അനന്തു, അഞ്ജു എന്ന് പറയുന്ന 2 ആളുകൾ. അപ്പൊ ഇവരുടെ ലൈഫിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള, പ്രത്യേകിച്ച് അനന്തുവിന്റെ ലൈഫിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 2 ആളുകൾ UK വരുന്നു. അതോടൊപ്പം തന്നെ ഇവരുടെ വളരെ ഒരു മൈൽ സ്റ്റോൺ ആയിട്ടുള്ള ഒരു കാര്യം, ഒരു സന്തോഷം നിറഞ്ഞിട്ടുള്ള ഒരു കാര്യം ഇവിടെ ഹാപ്പൻ ചെയ്യുന്നു എന്നൊക്കെ പറയുന്നത് എനിക്ക് ഭയങ്കര ഹാപ്പിനെസ് തരുന്ന ഒരു കാര്യമാണ്. അതോടൊപ്പം തന്നെ നമ്മളെല്ലാവരും ഇതിൽ പാർട്ടാവുന്നു, അവരുടെ ഹാപ്പിനെസ്സിൽ നമുക്ക് പാർട്ടാവാൻ പറ്റുന്നു, നമുക്കിതൊരു ഒരു നല്ല മൊമെന്റ് ആക്കാൻ പറ്റുന്നു എന്നൊക്കെ പറയുന്നത് വലിയൊരു കാര്യമാണ്. അപ്പം ഈ പറഞ്ഞ പോലെ നമ്മള് ഷഷ്ടിമൂർത്തി എന്നൊക്കെ പറയുന്ന സമയത്ത് എനിക്ക് എന്തോ ഭയങ്കര ഒരു അല്ലെ, ഇതൊരു ഭയങ്കര ഒരു കുറവ് പോലെ തോന്നുന്നത്. കാരണം വളരെ യങ് ആയിട്ടുള്ളൊരു മനുഷ്യനായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അല്ല സ്റ്റിൽ യങ് ആയിട്ടുള്ള മനുഷ്യനായിട്ടാണ്, സ്റ്റിൽ യങ് ആയിട്ടുള്ള ഒരു മനുഷ്യനായിട്ട് നമ്മളോട് സംസാരിക്കുന്ന സമയത്ത് അതെ ഈ ഇപ്പോ അനന്തൂര് ഉള്ള പോലത്തെ തന്നെ ഒരു ആറ്റിറ്റ്യൂഡ്
ആറ്റിറ്റ്യൂഡ് ഉള്ള ഒരു മനുഷ്യനാണ് ബാബുരാജ്. ഭയങ്കര രസമുള്ള ഒരു ആറ്റിറ്റ്യൂഡും ഭയങ്കര രസമുള്ള ഒരു കണക്ഷനും ഒരു സ്റ്റിൽ യങ് ആണ് ആള്. അപ്പോ അല്ലെ, അപ്പൊ ഈ ഒരു മൊമെന്റ് എന്ന് പറയുന്നത് എനിക്കറിയില്ല അനന്തൂർ എങ്ങനെയാണെന്ന് അറിയില്ല, പക്ഷെ ബാബുരാജ് എന്ന് പറഞ്ഞിട്ടുള്ള അച്ഛൻ ബാബുവേട്ടൻ എന്ന് പറയുന്ന അനന്തുവിന്റെ അച്ഛന് ഇത് ചിലപ്പോ പേഴ്സണൽ ആയിട്ടുള്ള ഒരു മൊമെന്റ് ആയിരിക്കും തോന്നും. കാരണം അനന്തു അല്ലെങ്കിൽ തന്റെ മകൻ വൈഫ് രണ്ടാൾക്കാരും UK-യിലാണ്, ഇവിടേക്ക് വരുന്നു. തന്റെ മകന്റെ കുറച്ച് സുഹൃത്തുക്കളുടെ ഒപ്പരം അവരുടെ 60ാമത്തെ ബർത്ത്ഡേ ആഘോഷിക്കാൻ പറ്റുന്നു എന്നൊക്കെ പറയുന്നത് ചിലപ്പോൾ ഭയങ്കര പേഴ്സണൽ ആയിട്ടുള്ള ഭയങ്കര രസമുള്ള ഒരു കാര്യമായിരിക്കും. അപ്പൊ ഞാൻ എന്തായാലും വലിച്ചു നീട്ടി സംസാരിക്കുന്നില്ല. ബാബുരാജ് ചേട്ടാ ഒന്നും ഇങ്ങോട്ട് വരും, എന്താ നിങ്ങൾക്ക് പറയാനുള്ളതാണ് എനിക്കിവിടെ കേൾക്കുന്നത്. ഇവിടെ ഇരുന്നോളി, അധികം ഫോർമാലിറ്റി ഒന്നും വേണ്ട. 60 വയസ്സ് നിങ്ങൾക്ക് അല്ലേ, 60 വർഷങ്ങൾ അല്ലേ, എന്താ നിങ്ങൾക്ക് ഫീൽ ചെയ്യണേ? ഈ 60 വർഷങ്ങൾ നിങ്ങൾ കടന്നുപോയി, അതിനിടയ്ക്ക് ഒരുപാട് നല്ല നല്ല മുഹൂർത്തങ്ങളിലൂടെ നിങ്ങൾ കടന്നുപോയി അല്ലേ. കുട്ടി ഉണ്ടായി, ആ കുട്ടി ഏറ്റവും അലമ്പായിട്ടുള്ളൊരു കുട്ടിയായി മാറി അല്ല, ഒരു കച്ചറ കുട്ടിയായിട്ട് മാറി. ഇപ്പതാ അവര് കല്യാണം കഴിച്ചു, ഒരു പെൺകുട്ടി ഉണ്ടാവാൻ പോകുന്നു അല്ലെ. എന്താ നിങ്ങൾക്ക് ഇപ്പൊ ഇവിടെ UK-യിൽ വന്ന് നിൽക്കുന്ന ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് എന്താ ഫീൽ ചെയ്യണത് ശരിക്കും? ഹലോ, അപ്പൊ എനിക്ക് ഇത്രയും ഇതിനെക്കാട്ടും വലിയ സന്തോഷമൊന്നുമില്ലല്ലോ. പ്രതീക്ഷിക്കാണ്ട് ഇപ്പൊ ഞാൻ ഇവിടെ വന്നു, പിന്നെ ഇങ്ങനെ ഒരു പരിപാടി നന്ദു അഞ്ചു ആവുന്നല്ല ഇപ്പം അല്ല, അങ്ങനെയല്ല. ഇതിപ്പം വേണമെങ്കിൽ 60ാം പിറന്നാള് നമുക്ക് മാത്രമായിട്ട് ഇങ്ങനെ ചെറുതാക്കി ചെയ്യാൻ പറ്റും. പക്ഷെ അതല്ല ഈ സാധനം ചെയ്യാൻ വേണ്ടിയിട്ട് നന്ദും അഞ്ചും ഒരേമാതിരി മുന്നിട്ട് വന്നപ്പോ ഇതിൽ വലിയ സന്തോഷം ഒരു അച്ഛൻ എന്നുള്ള നിലയ്ക്ക് എന്താണത്. അപ്പൊ എല്ലാ ആളുകൾക്കും ഇങ്ങനെ ഒരു അവസരം കിട്ടട്ടെ. 60 ചെയ്യാത്ത ആളുകൾ ഉണ്ടെങ്കിൽ അച്ഛനെയൊക്കെ കൊണ്ടുവരിക, 60 ഇവിടെ വന്ന് ആഘോഷിക്കുക. ആ സമയത്ത് എന്നെയും വിളിക്കുക, ഞാനും വൈഫും വരാം. ആദ്യം ഈ ഒരു അവസരത്തില് ഭാര്യനെ കൂടി വിളിക്കണ്ടേ? അപ്പൊ അങ്ങോട്ടേക്ക് ഞാൻ കുറച്ച് നീങ്ങിയിരിക്കുക. വെരി മായ, നമ്മുടെ അനന്തുവിന്റെ സ്വന്തം അമ്മ ക്ഷണിക്കുകയാണ് ഞാൻ. എന്താണ് 60 നിങ്ങൾ ശരിക്കും കല്യാണം കഴിച്ചിട്ട് എത്ര വർഷമായി? കല്യാണം കഴിച്ചിട്ട് 31ാമത്തെ വർഷം, അതും UK-യിലാണ്. 31ാമത്തെ വർഷത്തിൽ UK-യിലാണ്. UK-യിലാണ്. ഏപ്രിലാണ് ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് 31 വർഷം. നിങ്ങള് അറേഞ്ച്ഡ് മാരേജ് ആയിരുന്നു, ലവ് മാരേജ് ആയിരുന്നോ? ഞങ്ങളെ കണ്ടാ തോന്നുന്നു അറേഞ്ച്ഡ് മാരേജ് ആണ്. ആരെങ്കിലും പോയിട്ട് ട്രെയിനിൽ തല വെക്കോ? അപ്പൊ ലവ് മാരേജ് ആണ്. എന്താണ് 31 വർഷമായിട്ട് ഈ ബാബുരാജ് എന്ന് പറഞ്ഞിട്ടുള്ള വ്യക്തിനെ പറ്റിയിട്ട് നിങ്ങൾക്ക് എന്താ പറയാനുള്ളത്? ഞാൻ ആദ്യം 31 വർഷം ആവണേന്റെ മുന്നേ ഞാൻ ഇവിടെ വന്നിട്ടുള്ള ഒരു കാര്യം പറയട്ടെ. വല്ലാത്തൊരു ചെയ്തായി പോയി നന്ദു ചെയ്തത്. തണുപ്പ് സഹിക്കാൻ പറ്റില്ല. 60 വയസ്സാന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഇപ്പത്തെ കാലത്ത് 60 വയസ്സെന്ന് പറഞ്ഞാല് ഒരു ടീനേജ് പ്രായമാണ് ഞങ്ങളെ സംബന്ധിച്ച്. ഇവിടെ വന്നപ്പോ ഒരു 80 വയസ്സായ ആൾക്കാരെ പോലെയായി. കാരണം എന്താ വെച്ചാൽ തണുത്തിട്ട് പുറത്തിറങ്ങാൻ പറ്റില്ല. പക്ഷെ ഞങ്ങൾ എൻജോയ് ചെയ്യുന്നുണ്ട് സത്യമായിട്ടും. തണുപ്പിപ്പോ ഞങ്ങള് എന്താ പറയാ സഹിച്ചു തുടങ്ങി കുഴപ്പമില്ലാത്ത രീതിയിൽ. എനിക്ക് ഇവിടുത്തെ തണുപ്പിനെ പറ്റി ഒന്നും അല്ല അറിയണ്ടേ. 31 വർഷമായി ബാബുരാജ് എന്ന് പറഞ്ഞിട്ടുള്ള ആളെ പ്രണയിച്ച് ഒരുമിച്ച് ജീവിക്കുന്ന ഒരാളാണ് അല്ലെ. ബാബുരാജ് എന്ന് പറഞ്ഞിട്ടുള്ള ആളെ പറ്റിയിട്ട് നിങ്ങൾക്ക് എന്താ പറയുള്ളത്? ഒറ്റവാക്കിൽ പറയുകയാണെങ്കിൽ ഞങ്ങൾ ഹിന്ദു മതാചാര പ്രകാരം ഒരു വിശ്വാസമുണ്ട്, വീണ്ടും ഒരു ജന്മം ഉണ്ടാവും. അങ്ങനെ 7 ജന്മം ഉണ്ടാവുന്നതാണ് ഞങ്ങളുടെ വിശ്വാസപ്രകാരം. ഈ 7 ജന്മത്തിലും ഈ ചങ്ങായി തന്നെ എനിക്ക് ഭർത്താവായിട്ട് മതി എന്നാണ്.
ഇതിൽ പരം എന്ത് സന്തോഷമാണ് നിങ്ങൾക്ക് കിട്ടാനുള്ളത് അല്ലേ? ഏറ്റവും സങ്കടം മാവണ്ണാ. ഞാനിതിങ്ങനെ വീട്ടിൽ നിന്നേ പറയുമ്പോ മാവണ്ണനോട് പറയടോ ജന്മം ഒന്നിക്ക് മാറ്റി തരുമോ, ആരെങ്കിലും കൂടെ ഒന്ന് ജീവിച്ചു. ഫുള്ള് വേണ്ട, 7 ജന്മങ്ങളൊന്നും വേണ്ടല്ലോ, ഒരു ജന്മം ഒന്ന് മാറ്റി കിട്ടിയാൽ മതി അല്ലേ? 60 വർഷങ്ങൾ അല്ലെ? 60 വർഷങ്ങൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും ഒരു ചെറിയ കാര്യമായിട്ട് എനിക്ക് തോന്നുന്നില്ല. ഇപ്പൊ നമ്മളുടെ ജനറേഷനിലുള്ള ആൾക്കാർ, ഇപ്പൊ ഞാനും എന്റെ അനന്തു, അഞ്ജു, എന്റെ വൈഫ്, ഇവരുടെയൊക്കെ ജനറേഷനിലുള്ള ആളുകൾക്ക് 60 വർഷം പോലും കിട്ടുമോന്നൊന്നും അറിയില്ല. പക്ഷെ ഈ 60 വർഷങ്ങളില് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു മുഹൂർത്തം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു മൊമെന്റ് പറയാൻ പറയുകയാണെങ്കിൽ നിങ്ങൾ എന്താ പറയാ? ഒന്ന് ആലോചിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ എനിക്ക് പറയാൻ വയ്യ. എനിക്ക് എല്ലാ മുഹൂർത്തങ്ങളും സൂപ്പറാ. ഞാൻ അങ്ങനെ നിക്കണത്. അല്ല അങ്ങനെയൊന്നും അല്ല, ശരിക്കും എനിക്ക് അങ്ങനെ തോന്നണില്ല. എന്താ വെച്ചാല് ഞാൻ എല്ലാ മുഹൂർത്തവും സൂപ്പറാക്കാൻ നോക്കൂ, ഏത് മുഹൂർത്തങ്ങളും. കിട്ടാത്തതിന്റെ പറയും. എല്ലാ മുഹൂർത്തങ്ങളും സൂപ്പറാക്കാൻ നോക്കുന്ന ഒരാളാണ് അല്ലെ? അല്ല, ഇതേ ക്വാളിറ്റി തന്നെയാണ് അനന്തൂരും കിട്ടിയിട്ടുള്ളതെന്നാണ് എനിക്ക് പലപ്പോഴും തോന്നാറുള്ളത്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാല് അല്ല, അനന്തു ആണെന്നുണ്ടെങ്കിലും എല്ലാ മൊമെന്റും അടിപൊളിയാക്കാൻ നോക്കുന്ന ഒരാളാണ് അനന്തു. പക്ഷെ ഈ വീട്ടിലേക്ക് കയറി വന്നിട്ടുള്ള ഒരാളുണ്ട്, അഞ്ജു എന്ന് പറഞ്ഞിട്ടുള്ള ഒരാൾ അല്ലെ? എന്താണ് നിങ്ങൾക്ക് അഞ്ജുഷനെ പറ്റി പറയാനുള്ളത്? ഹലോ. അപ്പൊ ഞാൻ അഞ്ജുവിനെ പറ്റിയുള്ള ഒരു എക്സ്പീരിയൻസ് എന്താ വെച്ചാൽ, അഞ്ജു അല്ല ഏറ്റവും അല്ല അങ്ങനെയല്ല, ഒരൊറ്റ വാക്കിലേക്ക് പറയാനുള്ള ഒരു കാട്ടിക്കൂട്ടാത്ത ഒരാളാണ്. ഇങ്ങനെ ആ ഭാഷ എങ്ങനെ എനിക്ക് മനസ്സിലായി. ജെന്യൂനാണ്. എന്താ വെച്ചാൽ വെറുതെ അങ്ങനെ ഓരോ സാധനങ്ങളില്ലേ. അങ്ങനെയല്ല, ഈ പരിപാടികൾ കണ്ടക്ട് ചെയ്തതിൽ നല്ലൊരു പങ്ക് അവൾക്കുണ്ട്. ഇല്ല, അവളും കൂടി ഒന്ന് ഉഷാറായതുകൊണ്ടല്ലേ ഈ കാര്യങ്ങളൊക്കെ നടന്നത് അല്ലേ? അല്ലെങ്കിൽ ഇത് വേണമെങ്കിൽ ചുരുക്കായിരുന്നു, നമുക്കത് വേണ്ട, ആളെ വിളിക്കണ്ട, നമുക്ക് ഇങ്ങനെ ചെയ്യണ്ട. അവളെ സൈഡിൽ നിന്ന് ഒരുപാട് ഈ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ശരിക്കും അത് അവള് പറയുന്നല്ല, ഞാൻ അങ്ങനെ ചെയ്യാം ഒന്നല്ല, കാര്യങ്ങളൊക്കെ നടത്തിയാൽ അവൾക്ക് നല്ല പങ്കുണ്ടെന്ന് എനിക്കറിയാം. അപ്പൊ അതില് എനിക്ക് ഒരുപാട് സന്തോഷം. ഇത് തന്നെയാണ് ശരിക്കും ഈ 2 ആളുകൾക്ക്, ഈ പരിപാടി കോർഡിനേറ്റ് ചെയ്തിട്ടുള്ള 2 ആളുകൾക്ക്, അഞ്ജു അനന്തു ദമ്പതികൾ, നിങ്ങളുടെ മക്കൾ എന്ന് വേണമെങ്കിൽ പറയാം അല്ലെ? ഈ 2 ആളുകൾക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ സമ്മാനം. ഞാൻ എന്തായാലും ഈ 2 ആളുകളെ നമ്മളുടെ ഈ സ്പോട്ടിലേക്ക് ക്ഷണിക്കുകയാണ്. അഞ്ജു ആൻഡ് അനന്തു, പ്ലീസ്. നിങ്ങൾ ഇവിടെ ഇരിക്കും, ഞാൻ ചോദിക്കുക. നിങ്ങൾക്ക് വേണ്ടി ഇരിക്കാനുള്ള സ്പേസ് ഉണ്ടോ എന്ന് എനിക്കറിയാം. അതൊക്കെ ഞാൻ തീരുമാനിക്കും. എന്ത് ചോദ്യം ചോദിക്കണമെന്ന് ഞാൻ തീരുമാനിക്കും. ശരിക്കും അച്ഛന് 60 വയസ്സായില്ലേ? എന്തായാലും ജനിച്ചത് മുതൽ അച്ഛനെ കാണുന്നുണ്ട്. അച്ഛന് ചിലപ്പോൾ ഒരു 30ാമത്തെ വയസ്സ് മുതൽ അല്ലെങ്കിൽ ഒരു 35ാമത്തെ വയസ്സ് മുതൽ കാണുന്നുണ്ട്. ഇപ്പൊ 60 വയസ്സായി. എന്താ ശരിക്കും ഫീൽ ചെയ്യുന്നത്? കാരണം ഈ ഒരു 60ാമത്തെ പിറന്നാൾ കോർഡിനേറ്റ് ചെയ്യുന്നത് നിങ്ങൾ 2 ആൾക്കാരാണ് അല്ലേ? അപ്പോ ഈ ഒരു മൊമെന്റിൽ നിങ്ങൾക്ക് എന്താ ശരിക്കും ഈ ഒരു മൊമെന്റിൽ നിൽക്കുന്ന സമയത്ത്, അച്ഛൻ്റെ 60ാമത്തെ പിറന്നാൾ UK വെച്ച് ആഘോഷിക്കുന്ന സമയത്ത് എന്താ ശരിക്കും എന്റെ മൈൻഡിൽ ഇപ്പൊ എന്താ ഫീൽ ചെയ്യുന്നത്? ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. ഒന്നാമത്തെ കാര്യം, ഞാൻ എൻ്റെ ബർത്ത്ഡേ പോലും നോക്കാത്ത ആളാണ്. ഞാൻ ബാക്കിയുള്ള എല്ലാവരുടെ പരിപാടിക്കും പോകുന്ന ആളാണ്. പക്ഷെ എൻ്റെ ഒരു പരിപാടി കണ്ടക്ട് ചെയ്യാൻ എനിക്ക് അറിയില്ല, എങ്ങനെ അത് ഓർഗനൈസ് ചെയ്യണം അറിയാത്ത ഒരാളാണ്. അത് ബി ഫ്രാങ്ക് ആയിട്ട് ഞാൻ പറയാണ്. അപ്പം അച്ഛൻ്റെ ബർത്ത്ഡേ ഞാൻ ആലോചിച്ച് വെക്കാറില്ല. അപ്പോൾ ഇവിടെ വന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ ഇങ്ങനെ അമ്മ പറഞ്ഞു, അച്ഛൻ്റെ 60th ബർത്ത്ഡേ ആണ്, അപ്പം നമുക്ക് സെലിബ്രേഷൻ ചെയ്യണം എന്നൊക്കെ പറഞ്ഞു. അപ്പം അതിൽ എന്നെക്കാട്ടി കൂടുതൽ ഇപ്പം ഞാനും അഞ്ചും അല്ലാണ്ട് തന്നെ എനിക്ക് ഇവിടെ ഉണ്ട് ചെങ്ങായിസ് പറഞ്ഞ ടീം. ബജേട്ടൻ, ജിത്തു, മനുവേട്ടൻ, നമ്മളവിടെ കുറെ പേരുണ്ട്. ഇവരെല്ലാവരും നമുക്ക് ഭയങ്കര സപ്പോർട്ട് ഉണ്ടായിരുന്നു. അപ്പോൾ
എല്ലാവരും കൂടി ഇങ്ങനെ ഒരു പ്ലാന് പറഞ്ഞു, നമുക്ക് ചെയ്യാൻ പറ്റി. അത് ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. അച്ഛൻ്റെ കൂടെ 60ാമത്തെ പിറന്നാൾ ഞാൻ ഒരിക്കലും എന്താ പറയുക പറ്റുമെന്ന് വിചാരിച്ചിട്ടില്ല. പിന്നെ വിത്ത് എൻ്റെ വൈഫ് ആൻഡ് ഷീ ഈസ് പ്രഗ്നന്റ് ഫോർ 6 months. അപ്പം വരാൻ പോകുന്ന കുട്ടി ഉള്ളെന്ന് വെച്ചിട്ട് തന്നെ ഞങ്ങൾക്ക് 60ാമത്തെ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യാൻ പറ്റി. അതിന് ഐ എം വെരി ഗ്രേറ്റ്ഫുൾ. അപ്പം താങ്ക് യു എവ്രി വൺ, എല്ലാവരും ഇവിടെ എത്തിയതിന്, എല്ലാവരും ഇവിടെ വന്നിട്ട് ഞങ്ങളെ കൂടെ ഈ ഹാപ്പിനെസ് എന്താ പറയുക ഷെയർ ചെയ്യാൻ ഞങ്ങൾക്ക് കഴിഞ്ഞതിന് വെരി 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 ഐ എം ഗ്രേറ്റ്ഫുൾ. താങ്ക് യു. അഞ്ജുക്ക് എന്താ പറയുക? അല്ല, അതായത് ഇപ്പൊ ഞാൻ ഇവിടെ വന്ന സമയത്ത് പേഴ്സണലി ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഉള്ള ഞാൻ അതിൽ പ്രധാനമായിട്ട് പറയാൻ ഉദ്ദേശിക്കുന്ന ഒരു കാര്യം എന്താ വെച്ചാൽ, ഞാൻ ഇവിടെ വരുന്നതിനൊക്കെ മുന്നേ ഐ മീൻ ഈ വർക്കിങ്ങിലേക്ക് ഈ പരിപാടിക്ക് വരുന്നതിന് മുന്നേ അഞ്ജു അനന്ത് എപ്പോഴും പറയാനുള്ള ഒരു കാര്യമാണ്, എടാ നമ്മളെ കുറച്ച് കമ്പനിക്കാരുണ്ട് ഇവിടെ, ചെങ്ങായിസ് എന്നാണ് അവരുടെ ടീമിന്റെ പേര്. ഐ മീൻ നിങ്ങളെ തന്നെ വിളിക്കുന്നത് ചെങ്ങായിസ് ആണ്. ഇവര് ഭയങ്കര എനിക്ക് ഒരിക്കലും നാട് മിസ് ചെയ്യാത്തതിന്റെ പ്രധാനപ്പെട്ട കാരണം നിങ്ങളാണ്. നിങ്ങൾ ഒരുമിച്ച് ഉണ്ടാവുന്ന കൂടലുകള്, പാട്ടുപാടലുകള്, ഒച്ചപ്പാടുകള്, ഇതൊക്കെയാണ് അവനെ ഏറ്റവും കൂടുതൽ എന്നോട് സംസാരിക്കാറുള്ളത്. അപ്പോ ഞാനിവിടെ വന്ന സമയത്ത് ഈ അനന്തുവിന്റെ ഗ്യാങ്ങിന്റെ കൂടെ തന്നെ ഭയങ്കരമായിട്ട് ഈ പരിപാടികള്, ഈ കാര്യങ്ങൾ സെറ്റ് ചെയ്യുന്നു, അവിടെ ബലൂൺ സെറ്റ് ചെയ്യുന്നു, കേക്ക് സെറ്റ് ചെയ്യുന്നു. ഈ തിരക്കിൽ പെട്ട് കിടക്കുന്ന അഞ്ജുവിന് സംസാരിക്കാനൊന്നും സമയമില്ല. അപ്പൊ നമുക്ക് അഞ്ജുവിനോട് എന്താ ചോദിക്കാം, എന്താണ് അഞ്ജുവിന്റെ ഫീലിംഗ്? 60ാമത്തെ പിറന്നാളാണ് അമ്മായി അച്ഛന്റെ അല്ലെ, സാധാരണ പോയിട്ടാണ്. എന്താ ഫീൽ ചെയ്യുന്നത്? ഇപ്പൊ പ്രഗ്നന്റ് ആണ് അല്ലെ, ഇങ്ങനെ ഒരു മൊമെന്റ് എന്താണ് ഫീൽ ചെയ്യുന്നത്? ഫുൾ തോട്ട് പ്രോസസ് നന്ദുവിനെയാണ്, എല്ലാം നന്ദുവാണ് ഓർഗനൈസ് ചെയ്തത്. അതിൽ ഞാനിപ്പോ എന്താ പറയാ ചെയ്യാൻ പോയി, ചെയ്തു വന്നു, എല്ലാം ഫുഡ് ഇതാക്കി. പിന്നെ പറഞ്ഞ മാതിരി സ്ട്രേറ്റ് ഫോർവേഡ് എന്താ പറയാനുള്ള ഒരുപാട് സന്തോഷമുണ്ട് ഇവരെ കൊണ്ടുവരാൻ പറ്റി. കാരണം എല്ലാവരും ഇപ്പൊ പ്രസവിച്ച് കഴിഞ്ഞിട്ട് കുട്ടീനെ നോക്കാൻ ആ ഒരു കൈൻഡ് ഓഫ്, അപ്പം എനിക്ക് എന്റെ അച്ഛനും അമ്മേനെയും ഇവന്റെ അച്ഛനും അമ്മേനും രണ്ടാളും ഇവിടെ എത്തിക്കണം എന്നുണ്ടായിരുന്നു. അപ്പൊ ആദ്യം ഇവര് വന്നു, അതിന്റെ ഒരു സന്തോഷം. അത് കഴിഞ്ഞിട്ട് ഇനിയിപ്പോ ഇവരെ കൂടിയാണ് ഞാൻ പോവുക. എല്ലാ ടൈമും ഈ സമയത്ത് ഞങ്ങൾ ഒരുമിച്ചുണ്ടായത് നല്ലൊരു തീരുമാനമാണ് വിചാരിക്കുന്നു. അപ്പൊ എന്തായാലും വളരെ വളരെ സന്തോഷമുള്ളൊരു ഹോപ്പാണ് അല്ലെ, പ്രതീക്ഷയാണ്. നമ്മൾ ഓരോരുത്തരെയും ഇവിടെ ഈ മൊമെന്റിൽ നമ്മൾ നിർത്തുന്നതും പ്രതീക്ഷയാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ UK പോലുള്ള ഒരു രാജ്യം, പ്രത്യേകിച്ച് മലയാളികളെ പോലുള്ള നമുക്ക് എങ്ങനെയാണ് നമുക്ക് ഓരോരുത്തർക്കും അറിയാം, നമുക്ക് കിട്ടുന്ന അല്ലെങ്കിൽ വീട് കിട്ടുന്ന ഓരോ മൊമെന്റുകളാണിത് അല്ലെ. നമ്മളുടെ സുഹൃത്തുക്കളൊപ്പം സംസാരിക്കാനും പാട്ട് പാടാനും ഒച്ചപ്പാടുണ്ടാക്കാനും അലമ്പുണ്ടാക്കാനും ഒക്കെ കിട്ടുന്ന കുഞ്ഞു കുഞ്ഞു മൊമെന്റുകളാണിത്. ഈ മൊമെന്റുകൾ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഓരോരുത്തരും ഇവിടെ എത്തിപ്പെട്ടു, അല്ലെങ്കിൽ ഇവിടെ എല്ലാവരും ഇരിക്കുന്നു, കേൾക്കുന്നു, സംസാരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും മനോഹരമായിട്ടുള്ള കാര്യം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഞാൻ എന്തായാലും നീട്ടി വലിക്കുന്നില്ല. നമുക്ക് എന്തായാലും നമ്മുടെ ബാബുവേട്ടന്റെ കേക്ക് കട്ടിങ്ങിലേക്ക് കടക്കേണ്ട സമയമാണ് എന്ന് തോന്നുന്നു അല്ലെ. അപ്പൊ നമുക്ക് എന്തായാലും അദ്ദേഹത്തിന്റെ 60ാമത്തെ വർഷത്തെ പിറന്നാൾ UK-യിൽ വർക്കിങ്ങിൽ വെച്ചുകൊണ്ട് നമ്മൾ ആഘോഷിക്കുകയാണ്. അപ്പോ നമ്മളുടെ ആ സീറ്റിലിരിക്കുന്ന എല്ലാവരും ഇതിനെ നമ്മുടെ കേക്കിന്റെ തൊട്ടടുത്തേക്ക് വന്നിരുന്നു കഴിഞ്ഞാൽ കുറച്ചും കൂടെ ഒരു നല്ലൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു മൊമെന്റ് ആവും. എല്ലാവരും പ്ലീസ്. നീ അപ്പുറത്തേക്ക് എന്താണ്
പൊളിയാണ്. ചെല്ല് ഫോട്ടോ എടുക്കണ്ടേ ഷാന് ബെൻസൺ 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 ചെല്ല് Yes, you could.
അപ്പം ഞങ്ങൾ അച്ഛൻ്റെ 60ാമത്തെ ബർത്ത്ഡേ ആഘോഷിച്ചു. അടിപൊളിയായിട്ട്. അച്ഛാ പറയൂ, 60ാമത്തെ ബർത്ത്ഡേ ആഘോഷം എങ്ങനെ ഉണ്ടായിരുന്നു? ബൈ. അപ്പം അടുത്ത വീഡിയോയിൽ കാണാം. പൊളിച്ചാർന്ന് 60 ഒന്നും പറയല്ല.